ഹലോ വ്യൂവേഴ്സ്, സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കിത് ഒരു സന്തോഷ വാർത്ത. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുട്ടികൾക്കാണ് ഈ സന്തോഷ വാർത്ത. എന്താണെന്ന് നമുക്ക് നോക്കാം. ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭക്ഷ്യക്കിറ്റ്. ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മധ്യവേനൽ അവധിക്കാലത്തേക്കുള്ള ഫുഡ് സെക്യൂരിറ്റി അലവൻസായി അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ ഭക്ഷ്യക്കിറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിതരണം ചെയ്യും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച വിശദമായ പ്രപ്പോസലിന് സർക്കാർ അനുമതി നൽകി. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ 2,06,26,763 കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണ പദ്ധതിയുടെ ആകെ ചെലവ് 81.37 കോടി രൂപയാണ്. കേന്ദ്ര ധനസഹായവും ഇതിന് ലഭ്യമായിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി ദിനങ്ങൾ ഒഴിവാക്കിയുള്ള 40 ദിവസങ്ങൾക്ക് കുട്ടികൾക്ക് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യവും പാചക ചെലവിനത്തിൽ വരുന്ന തുകയ്ക്ക് തുല്യമായ പലവ്യഞ്ജനങ്ങളുമാണ് ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുന്നത്. ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, പഞ്ചസാര, കറി പൗഡറുകൾ, ആട്ട, ഉപ്പ് തുടങ്ങി 9 ഇനങ്ങളാണ് പലവ്യഞ്ജനങ്ങളായി ഉൾപ്പെടുത്തുന്നത്. പ്രീ പ്രൈമറി കുട്ടികൾക്ക് 1.2 കിലോഗ്രാം അരിയും 261 രൂപയുടെ പലവ്യഞ്ജനങ്ങളും അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് ലഭിക്കുക. 4 കിലോഗ്രാം അരിയും 261 രൂപയുടെ പലവ്യഞ്ജനങ്ങളുമാണ് പ്രൈമറി വിഭാഗത്തിന് നൽകുന്ന കിറ്റിൽ ഉൾപ്പെടുന്നത്. അപ്പർ പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് 6 കിലോഗ്രാം അരിയും 391 രൂപയുടെ പലവ്യഞ്ജനങ്ങളും അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് നൽകുക. സപ്ലൈകോ മുഖാന്തരം സ്കൂളുകളിൽ ലഭ്യമാകുന്ന ഭക്ഷ്യക്കിറ്റുകൾ സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി, PTA, SMC എന്നിവയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നതാണ്. ഭക്ഷ്യക്കിറ്റ് വിതരണം ജൂലൈ ആദ്യവാരത്തോടെ ആരംഭിക്കുന്നതാണ്. വിതരണം സംബന്ധിച്ച അറിയിപ്പ് സ്കൂൾ മുഖാന്തരം രക്ഷിതാക്കൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.